CPIM കേന്ദ്ര കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നാളെ തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ് യോഗത്തിന്. ഇതിനായി നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ദില്ലിയിൽ അതിശൈത്യം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര യോഗങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ എങ്ങനെയാണെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. അപ്പോൾ ഷീജ, നാളെ മുതൽ വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിരിക്കും. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. നേതാക്കളൊക്കെ ഇന്ന് മുതൽ തിരുവനന്തപുരത്തേക്ക് എത്തി തുടങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ യോഗത്തിൽ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ചർച്ചയാകും. ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെയുണ്ട്, ഒപ്പം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണോ ചർച്ചകൾ പോവുക? തീർച്ചയായും മനു, ഏതായാലും തിരുവനന്തപുരത്ത് മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തിരക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തിരക്കിന് ഒരു കാലത്തും കുറവുണ്ടാകാറില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം, അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് കൂടി ഇവിടെ തുടക്കമാകാൻ പോകുന്നത്. നാളെയാണ് തിരുവനന്തപുരത്ത് വെച്ച് 3 ദിവസത്തെ യോഗങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇതിൽ ഇന്നിപ്പോൾ നേതാക്കൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങുന്നതായിരിക്കും. CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നുണ്ട്. ഏതായാലും ഈ യോഗത്തിന്റെ ഉള്ളടക്കങ്ങളിലേക്ക്, അജണ്ട സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ദേശീയ രാഷ്ട്രീയം അത് സജീവമായി തന്നെ ഈ യോഗങ്ങളിൽ ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ 7ഓളം സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം കൃത്യമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് അതിലുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ അതിനൊക്കെ യോഗങ്ങൾ രൂപം നൽകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇന്ത്യ മുന്നണി, അതിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റായി ഏപ്രിൽ 16 എന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിന് അടുപ്പിച്ച് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. ആ ദിവസങ്ങളിലായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിൽ ഇനി പാർട്ടി മുന്നോട്ട് പോകണം എന്നുള്ളതടക്കം ആ വിഷയങ്ങളടക്കം ഈ യോഗങ്ങളിൽ ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിന്റെ കൂടുതൽ ചർച്ചകൾക്ക് കൂടിയായിരിക്കും വരും ദിവസങ്ങൾ തലസ്ഥാനം വേദിയാവുക. ഏതായാലും ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് ഷീജ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷം കൂടി ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് ബ്യൂറോയിൽ നമ്മുടെ വിജിന്റെ കല്യാണമല്ലേ നാളെ, പോകുന്നില്ലേ? അതെ, വിജിന്റെ കല്യാണമാണ്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ വിജിൻ ഇല്ലാത്തൊരു കുറവ് നമുക്കിപ്പോൾ ഇതിനകം തന്നെ ഉണ്ട്. അതിനൊപ്പം തന്നെ വിജിന്റെ കല്യാണത്തിന് നാളെ എങ്ങനെ പോകും എന്നുള്ളത് നമ്മളെ അടുത്തതായി അലട്ടുന്ന ഒരു വലിയ വിഷയമാണ്. ഇവിടെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു തിരക്കുണ്ട്. അതിനൊപ്പം തന്നെ മറ്റന്നാൾ സഭാ സമ്മേളനം, വീണ്ടും നയപ്രഖ്യാപനത്തിന് ശേഷമുള്ള ദിവസങ്ങളിലുള്ള സഭാ സമ്മേളനത്തിന്റെ തുടർച്ചയാണ്. ഈ രീതിയിൽ സജീവമായി തിരക്ക് വലിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അവിടെ എത്തിച്ചേരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. എന്നാ പിന്നെ കെട്ടുകഴിഞ്ഞ് നേരെയൊക്കെ പോരാൻ പറയാം, തിരക്കല്ലേ ഇവിടെ അല്ലേ? അതെ, വിജിന്റെ അടുത്ത് വിജിന്റെ അവധി വെട്ടിച്ചുരുക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ശരി ഷീജ, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തിരക്കിന് ഒരു കാലത്തും കുറവുണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗവും ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനവും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വലിയ തിരക്കാണ്. ഓക്കെ ഷീജ, താങ്ക് യു. നമുക്ക് കൂടുതൽ വാർത്തകൾക്കായി പിന്നീട് കാണാം.